മോനെ മുട്ടായി വരാ വാ വാ നിന്നോടൊരു കാര്യം പറയാനല്ലേ വാ എന്താണ് പൂക്കൾക്ക് എന്താ ഭംഗി? എന്താണ് ഓടുന്നേ? എക്സൈസ് ചെയ്യണം. എവിടെ വിളിക്കും? ബാത്റൂം അയ്യേ ലേഡീസ് ബാത്റൂമിൽ തന്നെ വിളിക്കണം. നിന്നെ ഞാൻ ഏറ്റടാ. കറക്റ്റ്. മോനെ വാടാ വാടാ. എന്താണ് പെണ്ണായ? ഫാന്റാസ്റ്റിക്. കിട്ടി മുതല് കിട്ടി. മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. 1 4% കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ ഞാൻ കണ്ടേ. നിക്കണ സാധനം കാണിച്ചരാ. കണ്ടത് അതിനുമുമ്പ് ചേച്ചി വായിലടിച്ചില്ലേ? ഇറങ്ങിക്കോളും വായി നോക്കി. എടാ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അതിൽ തുടങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? നീ പോണു വാ. അവൻ അവിടെ പോയി. എടാ ബാല, നീ അകത്ത് തപ്പ്, ഞാൻ പുറത്ത് തപ്പാ. ഇനി കണ്ട ഒറ്റ പിടി. ആരെങ്കിലും കണ്ട ശരി. അയാള് വെറുതെ തമാശ. 1 2 3 4 5 അയ്യേ പത്തിക്ക്. ഒന്ന് ഫോൺ ചെയ്യണം. ഹലോ ഹലോ. എടുക്കും ഇന്നെടുക്കും. എടുത്തിട്ടേ പോകൂ. ഇവിടെ റെസ്റ്റ് ചെയ്യാം. അതെ പുതിയ പേഴ്സ്. ഡോറല്ല. എന്താണ് കാണാം. കാണണം. എന്ത് കാണണം? ഇവൻ ഇയാളുടെ പോക്കറ്റ് അടിച്ചു സാർ. ശരിയാണോടാ? പോക്കറ്റ് അടിക്കാൻ ഞാൻ തയ്യക്കാരനൊന്നല്ല സാർ. ആ അടിയല്ല, എന്റെ പാന്റെ പോക്കിലെ പേഴ്സ് അടിച്ചത്. അയ്യോ എന്റെ പേഴ്സണാലിറ്റി കണ്ടറിഞ്ഞൂടെ. ഞാനൊരു പോക്കറ്റ് അടിക്കാരനല്ലെന്ന്. കർത്താവാണ്, മാതാവാണ്, സകല പുണ്യാളന്മാരാണ് സത്യം. ഞാൻ ആരും ഇന്നുവരെ മോഷ്ടിച്ചിട്ടില്ല. ക്രിസ്ത്യാനിയാ? അതെ. എങ്കിലും മോഷ്ടിക്കില്ല. പറഞ്ഞോട്. പിന്നെ താനെന്തിനാ ഓടിയത്? എന്തിനാ ഓടിയെന്ന്? എടാ ക്രിസ്ത്യാനികൾക്ക് ഓടാൻ പാടില്ലേ? അതിന് സ്പീഡിൽ ഓടി എന്തിനാ? അയ്യോ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് സ്പീഡിൽ ഓടാൻ പാടില്ലേ? കള്ളനാണ് സാർ. സാർ ഇയാളൊന്ന് പരിശോധിക്കണം. പരിശോധിച്ചോളൂ. എന്റെ 26,000 രൂപയാണ് സാർ. 26,000 കാണണം. കർത്താവേ ഇവർ ചെയ്തത് എന്താണെന്ന് ഇവർക്കറിയാം. ഇവരോട് ക്ഷമിക്കരുതേ. നാം നാം നാം. എന്താണത്? പള്ളിമനെ കാണണം. എന്ത്? കുർബാന. ഓ കാണണം. യവനെന്തിനാ എപ്പോഴും കാണണമെന്ന് പറയുന്നത്? ശവം. നല്ലൊരു മനുഷ്യൻ. ഇയാളുടെ ഒന്നുമില്ലടോ. ഞാൻ എടുത്ത സാർ. മാന്യമായി ആക്ഷേപിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം സാർ. ഞാൻ ഗൾഫിൽ പോകാൻ പറ്റുന്ന പൈസയാണ് പോയി തോന്നുന്നു. എത്ര രൂപ 26,000. ഉറപ്പാണല്ലോ. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. കാണണം. ശമമേ വൃത്തികെട്ട പരിപാടിയായിട്ട് ഞാൻ ആ ടൈപ്പല്ല. ഞാനും ആ ടൈപ്പല്ല. പിന്നെ താൻ പിടിച്ച അതിനല്ല.
ഇയാൾ എന്താ കണ്ണു കുത്തി കളിക്കണേ? എവിടെ നാടായി പേഴ്സ്? അതൊക്കെ എന്തിനാ അറിയണത്? എന്നാ കയ്യ് അങ്ങട് മാറോ സാറേ. സിസ്റ്റേഴ്സേ, എവിടാ നിങ്ങ? അങ്ങട് വന്നേര്. പോടാ പിച്ചക്കാരെ. ഞങ്ങളുടെ കാശ് വാങ്ങിട്ട് പിച്ചക്കാരനോ? ബാലിന് ഞാൻ എത്ര ക്യാഷ് തരാനുണ്ട്? 26,000 ക്യാഷ് തരാനുണ്ട്. 26,000 ക്യാഷ്. അതൊരു 18-ാം തീയതി ഞാൻ അങ്ങോട്ട് അല്ലേ? അന്ന് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധി കുറവാൻ്റെ പറ്റിച്ച് ഇപ്പൊ ബുദ്ധി വെച്ചടോ, വെക്കടാ കാശ്. എന്നാ സിസ്റ്ററെ, പോണ വക്കില് കയ്യിലൊടക്കിയതാ. തന്റെ പോക്കറ്റിൽ പേഴ്സണോ നോക്കി? പേഴ്സ് അങ്ങനെ ഒരു കാണില്ല. അത് ഈ ക്രിസ്ത്യാനി അടിച്ചു മാറ്റി. അത് അവന് കൊടുക്കല, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. എണ്ണി നോക്കിയേ. ഞാൻ നോക്കാം. അത് എണ്ണി നോക്കണ. അത് 26,000 കൃത്യണ്ട്. 26,000 അപ്പൊ സൂര്യ നമ്മളുടെ മുതൽ പൈസ കറക്റ്റായി. എന്റെ പേഴ്സ് നീ മുണ്ടരുത്. ഈ പോക്കറ്റ് അടിച്ച് ഷോക്കാണേ. ഇനിയെങ്കിലും താ പേഴ്സ് സൂക്ഷിക്കേ. നിന്നെ ഞാനൊരു കാര്യം പറട്ടെ, എനിക്ക് കൈ മെസ്സേജ് കേട്ടോ? കട്ടുപിടിക്കണടാ. ഞങ്ങൾ ഓടിക്കരുത്. അപ്പൊ നമ്മ തമ്മിലുള്ള എല്ലാ കണക്കും തീർന്ന്. ഇതെന്ത് മറിമായാടോ? എനിക്കൊന്നും പക്ഷെ മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? നിന്റെ കയ്യിൽ കാശും വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കരുത്. ഞാൻ മാത്രമല്ല, അലാവുദ്ദീനും കൂടെ ഉണ്ട്. അയാൾ അവിടെ പോയി. അതെ, തന്റെ ഇടപാടെല്ലാം തീർന്നല്ലോ, മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. എന്നാ പിന്നെ വിട്ടോടാ. ഈ പാർട്ടി ഭയങ്കര ബിസിയാണല്ലോ. പേഴ്സ് അടിച്ചു മാറ്റി എന്റെ പോക്കറ്റിലിട്ട്. ഏതായാലും ഒരിടപാട് തീർന്നല്ലോ. മറ്റോ വരുന്നതിന് മുമ്പ് ഒരു ചരക്ക് ഇവിടെ ഇറക്കിക്കോട്ടെ. ഇങ്ങോട്ട് വന്നേ. താൻ കിച്ചണിലോട്ട് വയ്ക്കും. അവിടെ നിൽക്കണം. താനത് എത്ര വൈകിയത്? അത് പിന്നെ പെട്ടുപോയി സാർ, മാർക്കറ്റിലെ തിരക്കിനിടയ്ക്ക്. മാർക്കറ്റിൽ തിരക്കിനിടയിൽ പോയി പെട്ടെന്ന് കുറച്ച് ഒഴിഞ്ഞു നിന്നൂടെ? ഞാൻ ഒഴിഞ്ഞു. നാക്ക് വളക്കണ്ട. ഈയിടെയായിട്ട് കുറച്ച് ഉളപ്പുന്നുണ്ട്. തന്റെ ഒരു ഫാമിലി ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്റെ ഫാമിലി ഫ്രണ്ടോ? എവിടെ? അകത്തിരിപ്പുണ്ട്. എന്താടാ? ഓഹോ, ഭ്രാന്താണല്ലേ? കാലത്തെ പോക്ക് വെച്ച് ഇറങ്ങിയൊക്കെയാണ്. പൂ വെച്ച് കണ്ടറിയ ഭ്രാന്താണെന്ന്. എന്തെല്ലാം ടൈപ്പ് ഭ്രാന്തന്മാരാണ്. ഡോക്ടർ, അയ്യോ എന്താണോ ആ പീസിന് എവിടെ നിന്ന് കിട്ടി? വഴി കിടന്ന് കറങ്ങായിരുന്നു. എന്നെ കണ്ടതാണ് മഹാഭാഗ്യം. എന്റെ കഷ്ടകാലവും. സാർ, അയാൾ ഒരു പ്രശ്നക്കാരനാ. എന്ത് പ്രശ്നം? അയാൾക്ക് മുഴുവൻ പ്രാന്താ. എന്താ? ഓ സോറി, അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. അയാൾ മാത്രമല്ല, ആ കുടുംബം മുഴുവൻ സഹവാസികളാ. പണ്ടൊരു ബ്ലേഡ് ബാങ്ക് നടത്തി പൊളിഞ്ഞ ഫാമിലിയാ. എന്ത് ചോദിച്ചാലും കടം, കാശ്, പലിശ എന്നൊക്കെ പറയൂ. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞ് നാട്ടുകാരിങ്ങോട്ട് അയച്ചതാവും. അരപ്പിരിയിലകിയതാർക്കാണ് എനിക്കല്ല. എഴുന്നേൽക്കൂ, ഇരിക്കൂ. എഴുന്നേൽക്കൂ. വായം തുറന്നേ. എനിക്ക് കണ്ട സൂര്യനാണ്. വാ തുറക്കണോ നോക്കട്ടെ. സൂര്യൻ എന്താ എന്റെ വായിലായിരിക്കണേ? വാ തുറക്കണോ. പേരെന്താ? അലാവുദ്ദീൻ. അലവലാദിയോ? സ്വഭാവമല്ല ചോദിച്ചത്, പേര്. അലാവുദ്ദീൻ. അലാവുദ്ദീൻ. ഇതിലില്ലാത്തൊരു ബ്ലേഡ് എന്ന് വിളിക്കും. പലിശയുടെ ഏർപ്പാടാണേ. എത്ര കാലമായി സംഭവം തുടങ്ങിയിട്ട്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് ഇത് തന്നെ, ഉപ്പാപ്പാക്ക് ഇത് തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ. ഉമ്മക്കില്ലേ? ഉമ്മാക്ക് ഉണ്ട്, സ്ത്രീകളുടെ ഇടയിൽ ചെറിയ തോതിൽ. എന്നെ പോലെ വിപുലമായിട്ടില്ല. ചികിത്സ എവിടാ? ഞാൻ ചെറിയ ചികിത്സ നടത്താറുണ്ട്. അതായത് കാശും മേടിച്ച് മുതലും പലിശയും തരാതാകുമ്പോ ഒരു ചെറിയ പ്രയോഗം. അത് ശരി. അതുപോലെ ചികിത്സക്കാൻ ഞാൻ ഇവിടെ വന്നത്. ആ സൂര്യൻ എവിടെ? സൂര്യനെങ്ങ് മാനത്തല്ലേ. തൽക്കാലം ഞാനൊരു ചെറിയ ഡോസ് തരാം. അതുപോലെ ഡോസ് അവനിട്ട് കൊടുക്കാനാണ് ഞാനും വന്നിരിക്കുന്നത്. അത് ശരി. വേണ്ട, കൈവിട്. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞു. ആളിനെ നമുക്ക് മനസ്സിലായി. സിസ്റ്റർ, നമ്മുടെ ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ. ആവശ്യം വരും. ഒരു 3 നേരം ഇത് കൊടുത്തേരെ. ഒരു ദിവസം ഒബ്സർവേഷനിലിടാം. ഗുളി കഴിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? തനിക്കിട്ട് അവൾ ഡോസ് തരും. വയലന്റ് ആവാതെ ഒറ്റ ഡോസിന് ഞാൻ ശരിയാക്കാം. ഡോസ് കഴിച്ച് എന്റെ കാശ് കിട്ടോ? താൻ പോയി സൂര്യനെ വിളിക്കണോ? എനിക്ക് എന്റെ മുതലും പലിശ കിട്ടണം. പോയി വിളിക്കണോ? അറ്റൻഡർ. അറ്റൻഡർ ആണോ സൂര്യൻ? അവര് വന്ന് മുതലും പലിശയും ചേർത്ത് തരും. ആണോ? ആ, എന്നാ വിളിക്കാം. അറ്റൻഡർ.
അറ്റൻഡർ എന്താ ഡോക്ടറെ? ഇയാളെ അകത്തോട്ട് കൊണ്ടുപോയി എന്നെ എന്തിനകത്തേക്ക് കൊണ്ടുപോണത്? സൂര്യൻ എവിടോ? വരും 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 നമ്മുടെ ആളാ സെഡേഷൻ കൊടുത്ത അതൊന്നും വേണ്ടെന്നേ. ഞാൻ രാവിലെ ഇത്തിരി പൊറോട്ട ഇറച്ചി കഴിച്ചിട്ട് വന്നാ. വേണമെങ്കിൽ ഒരു ചായ കുടിക്കാം. മധുരം വേണ്ടേ? അതെ, ഇത് കഴിക്കാനുള്ളതല്ല, ബോധം കെടുത്താനുള്ള മരുന്നാ. എടാ, ഇടിച്ചതിന്റെ മോന്തക്കുറ്റി. ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പറയുന്നത് കേൾക്ക്. ആ, പിടിച്ചോ. ഷോക്ക് കൊടുത്തരാം. സോപ്പാ. സോപ്പല്ല, ഷോക്ക് ഷോക്ക്. ഒന്നുവാ, ഒന്നുവാ. ഇതിനോട് കളിച്ചാ ഞാൻ ഇത്രയും ചവിട്ടിയാ. ആ, നോക്കിക്കോളാം ഇതിനെ. ഇയാളുടെ വീട്ടിൽ അറിയിക്കണ്ടേ സൂര്യ? ഒരു കുടുംബത്തിന് മുഴുവൻ ഭ്രാന്ത് പിടിച്ച് കിടക്കുമ്പോ ആരെ വിളിച്ചറിയിക്കാനാ സാർ? ശരിയാ, അയാളുടെ ഫാമിലി ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞിരുന്നു. ഇത് കുരിശായല്ലോ. ഇയാളെ ചികിത്സയുടെ കാശ് എങ്ങനെ ഈടാക്കും? തൽക്കാലം അതിനുള്ള പണം എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ആ പാവ ഇക്കയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ കടപ്പാടിനൊക്കെ എന്താണ് ഡോക്ടർ ഒരു വില? കൂൾഡൗൺ. അപ്പൊ തന്റെ ശമ്പളത്തിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഡോക്ടർ, എന്താണോ? രണ്ടുപേർ കാത്തിരിക്കുന്നു. ആര്? ഔട്ട് പേഷ്യൻസാ. 1000, 2000, 3000, പിന്നെ 1000, 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000, 10000, 11000. അസ്സലാമലൈക്കും. ആ, എന്താ കാര്യം? ഇന്ന് ഇവന്റെ പോക്കറ്റ് അടിച്ച് 26,000 രൂപ പോയി. ഒരു ജോലിക്ക് കൊടുക്കാൻ വേണ്ടി കടം മേടിച്ചു വെച്ചിരുന്ന കാലായിരുന്നേ. ഇപ്പൊ എന്ത് ചോദിച്ചാലും ആ 26,000 കണക്ക് മാത്രമേ അവന് പറയാനുള്ളൂ. മനസ്സിന് കട്ടിയില്ലാത്ത കൊച്ചനാന്നേ. ആരാ ഈ 26,000 രൂപ കട്ടോണ്ട് പോയത്? ആ, അതറിയാൻ പാടില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നു. അല്ല ഡാക്ടറെ, നിങ്ങൾ ഡാക്ടറാണല്ലേ? സോറി, ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല. ബാപ്പ, ഈ 26,000 എത്ര ആറുണ്ട്? അല്ല പറച്ചോനെ, കൊയ്ക്കുന്ന ചോദ്യം ചോദിച്ചത്. ബാപ്പ ഈ സ്കൂളിൽ പോയിട്ടുണ്ട്, എന്റെ മക്കൾക്ക് അറിഞ്ഞൂടാ മക്കളെ. അല്ലാ, എന്റെ മോൻ 26,000 എടുത്തോന്റെ തലയിൽ ഇടുത്തി വീണ് നാശകോടാലി ആയി പോണേ പടച്ചമ്പുരാനെ. അയ്യോ, 26,000, 26,000, 26,000. മോനെ, ഡാ, മക്കളെ, ഡാ. അതെ, ഞാൻ എല്ലാം പറയാം സഹവാസി. ഈ മാർക്കറ്റിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ക്രോസ്. ഈ എടുത്താളുടെ മുഖം ഓർമ്മയുണ്ടോ? ഹലാക്കിന്റെ അവരും കഞ്ഞി ആയെന്നാ തോന്നുന്നേ. അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാൻ ഇരിക്കെ. പൈസ എന്താണോ ഇത്? അവനെ പോയി പിടിക്കാൻ പറഞ്ഞപ്പോ വീഴാൻ പോയപ്പോ പിടിച്ചതാ. വീഴാൻ പോയപ്പോ പോയി അവനെ പിടിക്കണം. ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ ഡോക്ടർ സിസ്റ്ററെ, എത്ര കറണ്ട് കയറ്റി എന്റെ തലയിൽ? ഒരു 240 വാട്സ് വരും. കറണ്ട് ബില്ല് വരുമ്പോ പഠിച്ചോളൂ ആ തെണ്ടി ഡോക്ടർ. എടോ അവിടെ നിൽക്കാൻ. അയ്യോ, തലയുടെ ബൾബ് പോയി. ഏതാ വഴി? ഓ, മാറണം മാറണം. നീ പോടി സക്കിലേ. ഡോക്ടർ ഭ്രാന്തൻ. എന്താ അയ്യോ ഡോക്ടർ, ഡോക്ടർ എന്താ പന്നിയടാ? ഡോക്ടർ പന്നീന്ന് വിളിച്ചു. ഷോക്ക് കൊടുത്ത് പോരെന്ന് തോന്നുന്നു. ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുക്കടാ. അയ്യോ, ഡോക്ടർ തന്തയ്ക്ക് വിളിച്ചു. അത്രക്കായോ? താപോയാളെ പിടിക്കണോ? ഓ, ഷോർട്ട് കട്ട് പിടിക്കാം. താൻ ഇവിടെ നിൽക്കുകയാണോ? എന്റെ രോഗമൊക്കെ കംപ്ലീറ്റ് മാറി. ഷോക്ക് അടിച്ചപ്പോ എന്ത് രസമായിരുന്നറിയോ? അതിന് തനിക്ക് രോഗം ഉണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് ഭ്രാന്ത് ഉണ്ടായിരുന്നില്ലേ? അത് കംപ്ലീറ്റ് മാറി. ആ, എന്നാര് പറഞ്ഞു? സ്വാമി പ്രാന്തനം പറഞ്ഞു, സിസ്റ്ററും പറഞ്ഞു. ആ. കംപ്ലീറ്റ്. ആ. ഇപ്പൊ ഞാൻ സ്റ്റഡിയാണ്. റോട്ടിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയണം. പിന്നെ ഉമ്മയും ബാപ്പയൊക്കെ ചോദിച്ചായിട്ട് പറയണം. പറയാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിടിക്കണോ? അയ്യോ, ഇവരെ കൊല്ലാൻ പറഞ്ഞേ. 26,000. ഇതിനകത്ത് കയറിയാൽ നിന്നകത്തോട്ട് കൊണ്ടുപോകണം. എടോ, കുത്തരുത്, അയാളെ കുത്തരുത്. ഓ, അയ്യോ, അയ്യോ, കബഡി പിടിക്കല്ലേ. എന്റെ പൊന്ന് ഡോക്ടറെ, ഡോക്ടർ നിന്റെ വാപ്പ, അപ്പൊ പേഷ്യന്റ് ആണല്ലേ? പേഷ്യന്റ് നിന്റെ ഉപ്പാപ്പ. ദേ, അവൻ രക്ഷോട്ട് പോയി. എനിക്ക് 26,000 രൂപ തരാനുള്ളവനാണ്. അപ്പൊ നീ പലിശക്കാരനാണാ? ഞാൻ പോക്കറ്റടിക്കാരനാണ്.
എന്നാ വാടാ പോക്കറ്റ് അടി. താങ്ക് യു പോക്കറ്റ് അടിക്കാൻ പറഞ്ഞു. പോക്കറ്റ് അടി കാരാന്നാ പറഞ്ഞത്. ആ എന്നാ വാ, തപ്പാ. എവിടെ പോയി? ഇന്നലെ എങ്ങോട്ട് പോയത്? ദേ ഇരിക്കണ്. അതാരെ മൂത്രമൊഴിക്കാതിരിക്കടാ. മെക്കാനിക്ക് ഇതിലൊരാൾ ഓടണ കണ്ട? ഇല്ല മോനെ. ഞാൻ പറഞ്ഞില്ലേ കാണാൻ ഹാവൂ. പറ്റില്ല. വിളിച്ചാ? ഇല്ലേ. വിളിച്ചില്ലടാ മണ്ട. വിളിച്ച പോലെ തോന്നി. എന്താ സംഭവം എന്നറിയോ? എന്താ കാര്യം എന്ന് പറയുന്നേ? അപ്പൊ ഭ്രാന്തനാണല്ലേ? ഭ്രാന്തന്റെ തന്ത. ആ, തന്തക്ക് ഭ്രാന്താ? എന്റെ അമ്മച്ചി. ഞാൻ അയ്യോ ഇനി അങ്ങോട്ട് ഓടും. അയ്യോ ഫ്യൂസ്. അയ്യോ ഒറിജിനൽ ഓണർ നീ എന്റെ പേഴ്സ് ഓടിച്ചത്. ഇപ്പൊ എനിക്ക് ഭ്രാന്തില്ല. പിടിക്കാണോ? ഇവര് തമ്മിൽ എന്താണോ? അത് പിന്നെ ഒരു പേഴ്സ് അല്ല, പേഴ്സണൽ പ്രോബ്ലം തീർന്നു. ഓ. അയ്യോ ഇതിനൊരു അന്ത്യമില്ലേ? ഇയാളെ കൊണ്ട് സെല്ലിലടക്കി. എടാ നായിന്റെ മോനെ. പിന്നെയും തന്തയ്ക്ക് വിളിച്ചു. അത്രക്കായ ഡബിൾ ഷോക്ക് കൊടുത്ത് സെല്ലിലടക്കി. യുമാരെ പ്രശ്നം ഇല്ലാണ്ട് തീർന്നില്ലേ? അതിന് രണ്ടിലൊരെണ്ണം തീരണം. താനൊരു കാര്യം ചെയ്യ്. പോയി വിറവ് കീറും. അയ്യോ അയ്യോ വിറവ് കീറാൻ പറഞ്ഞ ഇവൻ തൊണ്ട കീറുന്നെന്തിന്? ഓൾ ഫൂൾസ്. അയ്യോ അയ്യോ നിങ്ങളോട് ആര് പറഞ്ഞു മുറി കയറാൻ? ഇറങ്ങടി. ഞാനൊരു പാട്ട് പാടാൻ കയറിയതാ. പാട്ട് പാടാൻ നീ ആരാ? ഉഷ ഒതുപ്പ ഇറങ്ങ്. നീ പോടാ. എന്നെ പോടാന്ന് വിളിച്ചോ? ഇറങ്ങ്. എന്റെ മാൻഡലിൻ എല്ലാത്തിന്. നിങ്ങൾ ഇവരോട് കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറണം. എന്റെ മുറി കയറി നിരങ്ങി അവരോട് ഇതിൽ കൂടുതൽ മാന്യത. ഇവള് പാടിയ പാട്ടൊന്ന് കേൾക്കാൻ കേറിയതാ മോളെ. നിങ്ങൾക്ക് പാട്ട് കേൾക്കണോ? കേക്കണം മോളെ ആ കേക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇയാള് പാടും. താനൊരു പാട്ടുകാരനല്ലേ? ഇവരെല്ലാം കേക്കട്ടെ. താനൊന്ന് പാടിക്കേ. ആ പാട്ടോ? പാട്ടൊന്നും പാടാൻ പറ്റില്ല. അതെന്താ? പാട്ട് പാടുന്ന പണി ഈ ലിസ്റ്റിലില്ല. ലിസ്റ്റിലില്ലെങ്കിൽ താൻ പാടില്ലേ? ഇല്ലല്ലോ. തന്നെ കൊണ്ട് ഞാൻ പാടിക്കും. ഓഹോ അതൊന്ന് കാണണമല്ലോ. പാടുക. MD ഒക്കെ കൊള്ളാം. എടാ പോടാന്ന് വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാൽ അപ്പൊ കാണിച്ചേ. പാടില്ല അല്ലേ? പാടില്ല. അയ്യോ വേണ്ട. എന്റെ ഗിറ്റാറ്. അയ്യോ, സംഗീതಕ್ಕೆ ഭ്രാന്ത് പിടിച്ചോ? ഓടിക്കോ. ഡോക്ടർ എന്താണ് അവിടെ ഒരു ബഹളം? ആ പെണ്ണ് സഹവാസിയാണോ? എന്താ ഭ്രാന്താണോന്ന് അങ്ങനെ തെളിച്ചു പറ. ആർക്ക്? ഈ സ്ഥാപനത്തിന്റെ MD-ക്ക്. MD ജ്യോതിക്കോ? ആ. അത് തനിക്കെങ്ങനെ മനസ്സിലായി? ഓ അപ്പൊ വട്ടാണല്ലേ? താനിതാരോടും പറയണ്ട. അവളെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുവന്ന ഇവിടെ. നേരത്തെ ഒരു സൂചന തരായിരുന്നില്ലേ? ആ കണ്ണിലൂടെ അവളെ ആരും കാണാൻ പാടില്ല. ഓ അല്ല അപ്പൊ ഡോക്ടർ ഒറിജിനൽ അല്ലേ? ആ ഏ ഏ താനൊന്ന് പാടിയാൽ ഈ പ്രശ്നം തീരും. ഞാൻ പാടില്ല. ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സാണിപ്പോ അവക്ക്. ആഗ്രഹിച്ച് നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല. ട്രീറ്റ്മെന്റിന്റെ ഭാഗമെന്ന നിലയിലെങ്കിലും താനൊന്ന് പാടണം. ശരി ഞാൻ പാടാം. പക്ഷെ എനിക്ക് 5000 രൂപ തരണം. ഒരു പാട്ടിന് 5000 രൂപയോ? ഒര കത്തുമ്പം തന്നെ വാഴ വെട്ടണം കേട്ടോ. തന്നേക്കാടോ, പോയി പാട്.
എന്താ കൊല്ലാനാണോ വളർത്താനാണോ ആവോ വരെ. എന്താ കള്ളം പറയാൻ ബഹും മിടുക്കനാണല്ലേ? ഹേയ്, എനിക്കങ്ങനെ തോന്നി. അത് ഈ ബ്ലേഡുകാരോടും കടക്കാരോടും ചില്ലറ കള്ളം പറയുന്നല്ലാതെ എനിക്ക് സീരിയസ് കള്ളം പറയാൻ അറിയേയില്ല. സൂര്യനാരായണന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കള്ളം പറയില്ലല്ലോ. ഓ, എന്റെ സർട്ടിഫിക്കറ്റ്സ് അതെല്ലാം കണ്ടുവല്ലേ. ഈ പഠിപ്പിലും മറ്റു ഒരു കാര്യവും ഇല്ലെന്ന് കുറച്ചു കാലത്തെ അനുഭവം കൊണ്ട് മനസ്സിലായി. ജീവിക്കുന്നത് കേരളത്തിലല്ലേ. ഇന്റർവ്യൂവിന് വന്നപ്പോ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ ശമ്പളത്തിന് ഈ പണി പോലും തരില്ലായിരുന്നല്ലോ. ഈ പേഴ്സണാലിറ്റിക്ക് ഇത്തരം ജോലിയൊന്നും പറ്റില്ല. ജീവിച്ചു പൊക്കോട്ടെ ഈ പാവം. ഞാൻ സൂര്യനൊരു പ്രൊമോഷൻ തരട്ടെ? കിച്ചണിലേക്കാ? അല്ല, സൂര്യനെ ഈ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററായി പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നു. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? കുട്ടിക്ക് എല്ലാം ഒരു തമാശയാണല്ലേ. ഇത് തമാശയല്ല. ഈ ഹോസ്പിറ്റലിന്റെ MD എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. വെറുതെ മോഹിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞത് സത്യമാണ്. ശമ്പളം കൂട്ടിത്തരും. എത്ര വേണം? ഒരു 10,000 കൂടി. അയ്യോ, 10,000. ആ, അപ്പൊ ടോട്ടൽ 16,899. കറക്റ്റ്. ആ പ്രാന്തൻ ഡോക്ടർ, സഹവാസി ഡോക്ടർ സമ്മതിക്കൂ? എന്തിനാ അയാളുടെ സമ്മതം? ആ ഡോക്ടറെ വരെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഞാൻ സൂര്യനെ തന്നിരിക്കുന്നു. നാളെ മുതൽ ഇൻസൈറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റർ മിസ്റ്റർ സൂര്യനാരായണൻ ആയിരിക്കും. ഓക്കെ? ഓക്കെ. ഓ, ഗുഡ് മോർണിംഗ്. താങ്ക് യു. സൂപ്പർ. യെസ്. തന്നോടാരാ പറഞ്ഞ ചേറി കയറിയിരിക്കാൻ? ഇതെന്താ ഫാൻസി ഡ്രസ്സാ? ഈ സൂട്ടും കോട്ടും ഒക്കെ എവിടെ നിന്ന് കിട്ടി? ആ പൂവെടുത്ത് ചെവിയിലോട്ട് വെക്കാറുന്നില്ലേ? ഇവിടെ 100 കൂട്ടം പണി പുറത്ത് കിടക്കുമ്പോ താനിവിടെ കോലം കെട്ടി കളിക്കുവാന്നു. ആ പണിയൊക്കെ ഇനി തന്നെ ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. എന്നോടാണോ? താൻ എന്തോടോ പറഞ്ഞത്? ഡോക്ടർ ഗീവർഗീസ്, കോൾ മീ സർ. സാറോ? വിളിച്ചേ പറ്റൂ. ഇന്നു മുതൽ ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. തന്നെ ഞാൻ ഒബ്സർവേഷനിൽ വെച്ചിരിക്കായിരുന്നു. മാനസിക നില തെറ്റിയവരുടെ കൂടെ കുറെ നാൾ ജീവിക്കുമ്പോ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന എനിക്കറിയാം. പക്ഷെ ഇത്രമാത്രം സീരിയസ് ആവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. നിന്നെക്കാൾ വലിയ ഭ്രാന്തന്മാരെ ഞാൻ കൈകാര്യം. മിസ്റ്റർ ഗീവർഗീസ്, ആ വാക്ക് ഇവിടെ മേലാൽ ഉച്ചരിക്കരുത്. ഇൻമേറ്റ്സ്, സഹവാസികൾ, അവരെ അങ്ങനെ വിളിക്കാവൂ. എടോ നിന്നെ ഞാൻ വേണ്ട, ബഹളം വെക്കണ്ട. ഞാനാ സൂര്യന് പ്രൊമോഷൻ കൊടുത്തത്. ഹിസ് ക്വാളിഫൈഡ്. വൺ മോർ തിങ്. ഇന്നു മുതൽ ഡോക്ടറുടെ ഈ 1 മാൻ ഷോ ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയാക്കണം. പേഴ്സണൽ കാര്യങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ ലീവ് ആപ്ലിക്കേഷൻ മസ്റ്റ് ആണ്. എടാ, നോ ഡോക്ടർ, നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരവും എനിക്കാണ്. ഇപ്പൊ എന്റെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചേ. ചുമ്മാ ചോദിക്കണം. എത്രയാ? 16,899. 16,899. യെസ്. 10,000 രൂപ ഒറ്റയടിക്കാൻ കയറ്റിയല്ലേ? എന്നാ പിന്നെ തികച്ചൊരു റൗണ്ട് ഫിഗർ ആക്കാമായിരുന്നു. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാത്രം 25,000 തന്നാ മതി എന്ന് ഞാനാ പറഞ്ഞത്. ഹൗ നൈസ് ഓഫ് യു. ജ്യോതിക, ഇത് തമാശക്കളിയല്ല. തമാശ ചെയ്ത് സീരിയസ് ചെയ്തെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. ഡോക്ടർ സ്ഥാനത്ത് നിന്നാ മതി. എന്റെ ഡാഡിയിലെ ശമ്പളം കൊടുക്കുന്നത്. ഡാഡിയെ കൊടുക്കൂ. എടോ, എന്താടോ? അവളൊരു പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞപ്പോ നീ അതിപ്പിടിച്ചങ്ങ് കേറിയല്ലേ? ആനപ്പുറത്തിരിക്കാൻ കഴുതയ്ക്കാവില്ലെന്ന് ഓർമ്മ വേണം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് പിന്നെ പിന്നെ ശ്രമിക്കുന്നത്? എടോ, നിന്നെ ഞാൻ- ജ്യോതിക. വേണ്ട വേണ്ട, വിളിക്കണ്ട. അങ്ങോട്ട് ഇരുന്നാട്ടെ. 1 മിനിറ്റ്. ഒരു സത്യം താൻ മനസ്സിലാക്കണം. അവൾ ഇവിടുത്തെ പേഷ്യന്റ് മാത്രമാണ്. ഞാനാണ് ഈ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് കൂടുതലും ഉയരത്തിലേക്ക് പോകരുത്. വീഴ്ചയുടെ ശക്തി കൂടും. എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്തെ? വളച്ചൊടിക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാം. ആ. എനിക്ക് സൂര്യനെ ഭയങ്കര ഇഷ്ടായി. ആഹാ, എന്ത് പറയുന്നു? എന്ത് പറയാൻ? ഇഷ്ടപ്പെട്ടോ? എനിക്കും ഇഷ്ടമാണ്. എനിക്ക് പ്രൊമോഷൻ തന്നു, ശമ്പള കൂടുതൽ തന്നു, കാണാൻ വർക്കത്തുള്ള ഈ വേഷം തന്നു. അത് മേലധികാരിയോട് തോന്നുന്ന ഇഷ്ടം. ഞാൻ ആ അർത്ഥത്തിലല്ല ചോദിച്ചത്. പിന്നെ
ജ്യോതിക മേനോൻ എന്ന പെൺകുട്ടിയെ സൂര്യനാരായണൻ ഇഷ്ടമാണോന്ന്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ശാന്തതയും സ്വസ്ഥതയും സമാധാനവും. എന്തോ ഇത്? ഞാൻ വിചാരിച്ചത് മലയിടിഞ്ഞ് പുറത്തോട്ട് ആ വീഴും. പെണ്ണിന് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു. ഏത് പെണ്ണിന്? ജ്യോതിക. എന്താണ് പ്രശ്നം? ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവളിപ്പോ തന്നെ രക്ഷകയല്ലേ? പറയും. അതിനിപ്പോ ഞാനെന്ത് വേണം? അസുഖമുള്ള കുട്ടിയല്ലേ? അല്ലെങ്കിൽ ഞാൻ നീ നിന്റെ പാട്ടിന് പൊടി എന്ന് പറഞ്ഞിട്ട് പോന്നേനെ. പക്ഷെ അന്ന് പാട്ട് പാടാൻ പറഞ്ഞ പോലെ ആവുമെന്നാ എനിക്കിപ്പോ പേടി. ഇഷ്ടമാണെന്ന് പറഞ്ഞേക്ക്. അതിനി പുലിവാലാവൂ? എടോ, പേഷ്യൻസിന്റെ സന്തോഷമാണ് നമുക്ക് വലുത്. അതുകൊണ്ടല്ലേ താനൊക്കെ എന്റെ തോളി കയറി ചെവി കടിച്ചിട്ടും തന്നെയൊക്കെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടാത്തത്. നിങ്ങളൊക്കെ അവരുടെ സാമ്രാജ്യത്തിലെ കുട്ടിക്കുരങ്ങന്മാരാണ്. ചാടാൻ പറയുമ്പോ ചാടണം, തുള്ളാൻ പറയുമ്പോ തുള്ളണം. ദേ, ഇതിലൂടെ എന്തെങ്കിലും സന്തോഷം അവർക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെ. അത് പിന്നീട് ഗുണമായി വന്നെങ്കിലോ? ഓ, അപ്പൊ ചാടല്ലേ? ചാടണം. എവിടെ പോയി? പെട്ടെന്ന് ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ചോദിക്കാൻ പോയതാ. ചോദിക്കാനോ? അല്ല, ആലോചിക്കാൻ. എന്നിട്ട് ആലോചിച്ചോ? അധികം ആലോചിക്കേണ്ടി വന്നില്ല. എനിക്കും ഭയങ്കര ഇഷ്ടം. ഞാനിത് ഡാഡിയോട് പറയട്ടെ? ഉമ്മ എന്ന കാര്യോ? അല്ല, പിന്നെ കല്യാണ കാര്യം. അത് ഉടനെ വേണോ? എന്താ, പേടിയാണോ? 1 മിനിറ്റ്. ഛെ. അവള് കെട്ടണമെന്ന് പറയുന്നു. അതിരിക്കട്ടെ, അതിനു മുമ്പ് വല്ലതും തന്നോ? ഇല്ല. ഇല്ലേ? ഒരെണ്ണം തന്നു. അത് ഡോക്ടർ എങ്ങനെ അറിഞ്ഞു? ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണെന്ന കാര്യം മറക്കരുത്. ഒരാളുടെ മുഖം കണ്ടാൽ എനിക്കറിയാം കിസ്സിങ് നടന്നോ ഇല്ലയെന്ന്. ആ ലിപ്സ്റ്റിക്ക് മാച്ച് കളയടേ. ഓ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെങ്കിലും ഇത്തരം മരുന്നുകൾ രോഗിക്ക് ആവശ്യമില്ല. അവരുടെ എല്ലാ പ്രവൃത്തികളും ആഗ്രഹങ്ങളും എക്സ്ട്രീം ആയിരിക്കും. അത് മനസ്സിലാക്കി നമ്മൾ വേണം ഒഴിഞ്ഞൊഴിഞ്ഞു മാറാൻ. ഞാനിപ്പോ എന്ത് പറയണം? കിട്ടാമെന്ന് പറയടോ. എന്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് ഇതിനു മുമ്പ് ട്രീറ്റ്മെന്റ് നടത്തി ശീലമില്ലാത്തോണ്ട് ചോദിക്കാൻ ഇതൊരു കുരുക്കാവോ? ഈടോ മണ്ട. ഓ, അവളുടെ അസുഖം മാറുമ്പോ താനിപ്പോ പറഞ്ഞത് പോയിട്ട് തന്നെ അവൾക്ക് ഓർമ്മ കാണില്ല. ഇല്ലല്ലേ? ഇപ്പൊ ഈ ഡെവലപ്മെന്റ്സ് അവൾക്ക് നല്ലതാ. അപ്പോ കെട്ടാവുന്ന ധൈര്യമായിട്ട് പറഞ്ഞോട്ടെ? ഇപ്പൊ പറയണം. പോയി പറഞ്ഞിട്ടോ. ഇനി വന്നേ. ഇനി ഇതിന്റെ പേരിൽ മറ്റൊരു വാഴ വെട്ടാൻ നോക്കരുത്. കൂമ്പോടെ ഞാൻ വെട്ടിക്കളയും. ചെല്ല്, എനിക്ക് കുറച്ച് പണിയുണ്ട്. ആലോചിക്കാൻ പോയതാ? എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഡാഡിയോട് പറഞ്ഞോളാം പറയാൻ പറഞ്ഞു. ആര്? എന്റെ മനസ്സ്. അതൊന്നും ഇനിയിപ്പോ വേണ്ട, പ്ലീസ്. എന്തുവാ? കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. ഞാൻ 2 ദിവസം ലീവാ. വീട് വരെ ഒന്ന് പോണം. പോയിക്കോളൂ. അയ്യോ, പെർമിഷൻ ചോദിക്കാൻ വന്നതല്ല. പിന്നെന്താണാവോ കാര്യം? ഈ മാസത്തെ ശമ്പളം 16,900. അത് കിട്ടിയിട്ട് വേണം പോവാൻ. 16,900. 1 രൂപ താനൊന്ന് കുറച്ചില്ലായിരുന്നു? അത് വേണമെങ്കിൽ ഇപ്പൊ കുറച്ചോ? അത് നന്നായി. താൻ ആ പെണ്ണിനോട് ചോദിക്കും. അവളല്ലേ തരാമെന്ന് പറഞ്ഞു. അവള് പോയില്ലേ? ഉള്ളടത്ത് പോയി മേടിക്കണം. ദേ, എനിക്ക് എന്റെ ശമ്പളം കിട്ടിയേ പറ്റൂ. തനിക്കും വട്ടായോ? ശമ്പളം ചോദിക്കുന്ന വട്ട? മാനസിക നില തെറ്റി ഒരു പെണ്ണ് പറഞ്ഞൊക്കെ താനങ്ങ് വിശ്വസിച്ചോ? തന്നെയുമല്ല,
അവളുടെ അസുഖം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചതിന് തനിക്ക് ഈ മാസം ശമ്പളം ഇല്ല. എന്ത് യൂട്ടിലൈസ്? കിസ് കിസ് മറന്നാ? അതിനവൾ ഇങ്ങോട്ടല്ലേ കിസ് ചെയ്ത്? അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കിസിന്റെ സുഖം ഒന്നാ. അത് കിട്ടിയില്ലേ? കണക്ക് നോക്കിയാ താൻ കാശ് ഇങ്ങോട്ട് തരണം. പാടാൻ മേടിച്ചത് 5000. അവൾ നശിപ്പിച്ച സാധനങ്ങളുടെ വില 26,000. അതിൽ 4000 രൂപയുടെ സാധനങ്ങൾ എന്റേതാണ്. ഒരു ഗിറ്റാറും 2 in 1. അത് ഞാൻ കൂട്ടിയിട്ടില്ല. താൻ ഇവിടെ നിന്ന് വട്ടം കറങ്ങാതെ വീട്ടിൽ പോകാൻ നോക്ക്. ഇപ്പൊ ടൗണിലോട്ട് എന്നാ ഒരു ബസ് ഉണ്ട്. വണ്ടിക്കൂലിക്കുള്ള പൈസ വേണോ ഞാൻ തരാം. 16,900 രൂപയിൽ 1 രൂപ കുറച്ച് 5 പൈസ കുറയാതെ എനിക്ക് കിട്ടിയിരിക്കണം. അത് തരാതെ ഒരടി മുന്നോട്ട് വെക്കരുത്. ഒരടി പിന്നോട്ട് വെക്കാ. ഒരു കാര്യം പറയാനാ, വെരി ഇമ്പോർട്ടന്റ്. തന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. യു ആർ ഡിസ്മിസ്ഡ്. അത് പറഞ്ഞാ മതി. എവിടെ? കോത്താഴത്ത് പറഞ്ഞാ മതി. മാടിനെ പോലെ പണിയെടുപ്പിച്ചിട്ട് ശമ്പളം ചോദിക്കുമ്പോ പിരിച്ചുവിടുന്നത് എവിടുത്തെ നിയമോ? ഇവിടുത്തെ നിയമം. വിളിച്ചോ സാറേ? അങ്ങോട്ട് മാറോ. അതെ, എന്റെ ആ പഴയ ശമ്പളം തരാൻ പറ്റുമോ? തന്നേനെ. ഇത്രയും ബഹളം വെച്ചെന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ? ഇനി തരില്ല. തരില്ല? ഇല്ല. വേണ്ട. ശമ്പളം കിട്ടാത്തതിനേക്കാൾ വിഷമം ഒരു എച്ചിയുടെ കൂടെ ഇത്രയും കാലം പണിയെടുത്തു എന്ന് ഓർത്തിട്ടാ. എന്നെ പോലെ പാവം തൊഴിലാളികളെയും കുറെ പ്രാന്തന്മാരെയും ഞെക്കിപ്പിഴിഞ്ഞ് താൻ സമ്പാദിച്ചോ? അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. കൊടുക്ക മുഴു പ്രാന്ത് പിടിച്ച് താൻ തെരുവിലൂടെ അലയും. ഡിസ്ക് മാറിപ്പോയി. ഡിസ്ക് ഞാൻ തെറ്റിക്കുന്നു. ഒന്ന് അവസാനമായിട്ട് ചോദിക്കുക, ശമ്പളത്തിന്റെ പകുതി 3450 രൂപ തരാൻ പറ്റുമോ? തന്നേനെ. പക്ഷെ താൻ എന്നെ കുറെ പ്രാഗിയില്ലേ? അതുകൊണ്ട് തരില്ല. വേണേ കുറച്ചുകൂടെ പ്രായിക്കോ. ഗതി പിടിക്കാത്തവനെ പ്രാഗിട്ടെന്താ കാര്യം? നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കിളുത്താൽ അതും തണലാക്കുന്നവനാ താൻ. താൻ പോയില്ലേ? ഇല്ല. ആ വണ്ടിക്കൂലി 46 രൂപ 50 പൈസ അതെങ്കിലും തരുവോ? ഇമോഷണൽ ആവരുത്. ഇല്ല. തന്നേനെ. പക്ഷെ താൻ ഒരു ആലിന്റെ പ്രശ്നം പറഞ്ഞില്ലേ? അതെനിക്ക് വല്ലാതെ ഫീൽ. ഒരു നയാ പൈസ തരില്ല. രക്ഷപ്പെട്ടോ? കാണിച്ചു തരാം. ഡോക്ടർമാരും ദുഷ്ടന്മാരും ഉണ്ടോ? ശമ്പളം തരില്ലല്ലേ? മുതലാക്കി തരാം. ഇവിടുത്തെ പണി മതിയാക്കി പോവുക. ബാക്കി കൂടെ ഫ്രണ്ടിലാരെയും ഫേസ് ചെയ്യണ്ട. അതാ. അയ്യോ, ഇയാൾ വീണ്ടും ശല്യാടിയോ? ഡോക്ടറെ, അയ്യോ, ശല്യാടിയല്ലേ? ആ ചാടി. എങ്ങനെ ചാടി? വളച്ചു ചാടി. കമ്പി വളച്ചോ? നെൽസനെ വളച്ചു ചാടി. ആരോട് പറയല്ലേ? കൊല്ലും ഞാൻ. തന്നെയല്ല അവനെ. ഓൾ ദി ബെസ്റ്റ്. അതിനി പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഈ സൂര്യൻ എന്തിനാ എന്നെ കൊണ്ട് ഓടിയത്? എവിടെ നോക്കിയാണോ ഓടുന്നത്? കൊല്ലുവോ? എന്നാ കൊല്ല്. ആഹാ, തല പുറത്തുമില്ല തലയ്ക്കുള്ളിലും ഒന്നുമില്ല. എന്റെ പൊന്ന് സാറേ, ഇയാളെയൊക്കെ വെച്ച് വണ്ടി ഓടിപ്പിച്ചാ പിന്നീന്ന് അങ്ങ് മുകളിലോട്ട് വേഗം എത്താം. ഇത് സ്റ്റാച്ചു ആണോ?